വിളക്കായി എല്ലാവരും കാണുന്ന കനി കരിന്തിരി കത്തി ഒരു മൂലക്കാവണം. കനിയെ വളരാൻ അനുവദിക്കരുതെന്ന് ആതിരയും തനൂജയും. പണത്തിനോടുള്ള ആർത്തി ഉപേക്ഷിക്കാൻ മേരിയെ ഉപദേശിക്കുന്ന കോശി. സ്റ്റെഫി ഹരിനാരായണന്റെ ഭാര്യയായിട്ട് കയറി ചെന്ന എന്താ കുഴപ്പം? ഹരിയുടെ സ്വത്തുക്കൾ മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് സ്റ്റെഫി. ഭാര്യയായി പതിയെ സകല സ്വത്തുക്കളും എന്റെ പേരിലാക്കും. ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. ഉണ്ണിക്കുട്ടൻ കനിയോട് യാത്ര പറഞ്ഞു പോകാൻ ഒരുങ്ങുന്നു. തുടർന്ന് കാണുക. ആ, ഞാനിന്ന് ഓഫീസിലുണ്ടാവില്ല. അതെന്റെ ഒരു പേഴ്സണൽ ആവശ്യം. അല്ല, നാളെ ഞാനുണ്ടാവും. ഞാനില്ലെങ്കിലും സ്റ്റെഫിയെ കണ്ടാ മതി. ഓക്കെ, സീ. ഹരിയേട്ടാ, ആ, ഇതെങ്ങോട്ടാ ബാഗൊക്കെ ആയിട്ട്? എനിക്ക് നാളെ രാവിലെ ബാംഗ്ലൂർ എത്തണം. എന്താ ഇത്? 2 ദിവസം കഴിഞ്ഞ് പോയാ പോരെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എക്സാം ടൈമാ. ഇത് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് വന്നതാ. കനിച്ചേച്ചിയുടെ വിവാഹം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതേക്കുറിച്ച് പറയുമ്പോഴൊക്കെ കനിച്ചേച്ചി ഒഴിഞ്ഞു മാറും. മണിക്കുട്ടിയും ഞാനും. അതുമാത്രാ കനിച്ചേച്ചിയുടെ ലോകം. എൻ്റെ കനിച്ചേച്ചിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അതെനിക്കറിയാം. ഈ വീട്ടിൽ നിന്നും പള്ളിമുറ്റത്തേക്ക് എന്റെ മോൾ ഓടിയെത്തുന്നത് വേറൊന്നും കൊണ്ടല്ലല്ലോ, ഈ സ്നേഹത്തിന് വേണ്ടിയല്ലേ. എല്ലാം ഓരോ നിയോഗങ്ങളാണെന്ന് കരുതാം. 15 വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ ജോസഫ് ഇങ്ങോട്ട് വരുന്ന കാര്യം ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് ബേബിച്ചായം വിളിച്ചു പറഞ്ഞായിരുന്നു. ഫാദർ ഇവിടെ വന്നത് മുതൽ ഈ വീടുമായി അടുത്ത ബന്ധം പുലർത്തി വന്നിരുന്നു. നിങ്ങളെക്കുറിച്ച് ഫാദർ പറഞ്ഞപ്പോൾ മനസ്സിൽ ഒരിടം നിങ്ങൾക്കും തന്നു. എത്ര പെട്ടെന്നാണ് മണിക്കുട്ടിയും ഏഞ്ചലും കൂട്ടായത്. അതാരും പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ, അങ്ങനെ സംഭവിക്കുകയായിരുന്നു. നിങ്ങൾ 3 ദൈവത്തിന്റെ മക്കളാണെന്നാ ഫാദർ പറയാറ്. സ്നേഹത്തിന്റെ പ്രതിരൂപമാണ് ഫാദർ ജോസഫ്. ആ തണലിൽ കഴിയുന്ന നിങ്ങളും അങ്ങനെ ആകാതിരിക്കില്ലല്ലോ. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ആ സ്നേഹം ഇപ്പോ ഈ തിരുമുറ്റത്തും എത്തിയത്. വിവാഹത്തിന് ആർഭാടമൊന്നും വേണ്ടെന്ന് വെച്ചത് മനഃപൂർവ്വം തന്നെയാ. ആരെ കാണിക്കാനാ? മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തപ്പെടലിനപ്പുറത്ത് പണം കൊണ്ടുള്ള ധാരാളിത്തം കാണിക്കുന്നത് അസംബന്ധമായിട്ടാ ഞാൻ കാണുന്നത്. പെണ്ണ് പൊന്നിലല്ല കുളിക്കേണ്ടത്, സ്നേഹത്തിലാ. അക്കാര്യത്തിൽ ഞാനും എൻ്റെ മോളും ഭാഗ്യം ചെയ്തവരാ. പിന്നെ കനിയും മണിക്കുട്ടിയും ഇവിടെ സേഫായിരിക്കും. കനിയുടെ സ്നേഹവും മണിക്കുട്ടിയുടെ കുസൃതിയും കൊണ്ട് ഈ വീടൊന്ന് പ്രകാശിക്കട്ടെ. ആ, ഉണ്ണിക്കുട്ടന്റെ കാര്യത്തിലും ചിലതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂരിലെ ബോണ്ട് കാലാവധി കഴിയട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ആനി, ഈ ആനി എന്ന് പറഞ്ഞ് നടത്തിരുന്ന വലിയേട്ടൻ്റെ മനസ്സ് അതൊരിക്കലും മാറില്ല എന്നാ ഞാൻ കരുതിയത്. നമ്മുടെ ഏഞ്ചലിനെ ചികിത്സിക്കുന്ന ഡോക്ടറെ ഞാൻ രഹസ്യമായി കാണാറുണ്ടായിരുന്നു. ഇനി അധികം ആയുസ്സില്ല എന്നാ ഡോക്ടറുടെ സംസാരം. ഓപ്പറേഷൻ നടത്തിയാലും 100% ഗ്യാരണ്ടി ഒന്നും ഡോക്ടർ കാണുന്നുമില്ല. ആ നിലയ്ക്ക് ഏഞ്ചലിൻ്റെ മരണശേഷം ഏട്ടൻ്റെ സ്വത്തുക്കളൊക്കെ നമ്മുടെ കയ്യിൽ എത്തിച്ചേരുമെന്ന കണക്കൂട്ടലുകളെ തകിടം പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ ഏഞ്ചലിന് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ ആഗ്രഹം നടക്കില്ല. ആ കനി 2ഓ 3ഓ പ്രസവിച്ച സ്വത്തുക്കളെല്ലാം അങ്ങോട്ട് പോകും. അതൊന്നും എനിക്ക് ചിന്തിക്കാനേ ആവുന്നില്ല. വലിഞ്ഞു കയറി വന്നവളും അവളുടെ മകളും ഈ സ്വത്തുക്കൾക്കൊക്കെ അവകാശികളാവുക. ഇങ്ങനെ പാവം പോലെ നിൽക്കുന്നുണ്ടെങ്കിലും ഭയങ്കര സാമർത്ഥ്യക്കാരിയായി ഈ പറയുന്ന കനി. നമ്മൾ നേരിട്ട് ചെന്ന് വിലക്കിയിട്ടും ഈ കല്യാണത്തിൽ നിന്നും പിന്മാറാതെ ഉറച്ചു നിന്നില്ലേ. അതിൽ നിന്നും മനസ്സിലാക്കാം ആള് ചില്ലറക്കാരിയല്ല. മുറപ്രകാരം അവളിപ്പം നമ്മളെക്കാളൊക്കെ മേലെ. ശരിക്കും പറഞ്ഞ ഈ തറവാടിന്റെ നാഥ. വല്യേട്ടൻ അവൾക്ക് ആ സ്ഥാനം കൽപ്പിച്ച് നൽകുകയും ചെയ്യും. എനിക്കൊരിക്കലും അവളെ ഉൾക്കൊള്ളാനാവില്ല. എനിക്കും 2 സാധനങ്ങളെയും കഴിവതും വേഗം ഇവിടുന്ന് പുകച്ച് പുറത്തു ചാടിക്കണം. ഈ വല്യേട്ടന്റെ മനസ്സ് മടുപ്പിക്കണ്ടല്ലോ എന്ന് കരുതി മാത്രമാ ഈ കല്യാണം നമ്മൾ കൂടിയത്. കനി എന്നും നമ്മുടെ ശത്രുപക്ഷത്ത് തന്നെ ആയിരിക്കും. ഈ കനിയുമായുള്ള കല്യാണം ഒരിക്കലും നടക്കില്ലെന്ന് തന്നെ ഞാൻ കരുതി.
പക്ഷേ കനി നമ്മുടെ കണക്കൂട്ടലുകളെ മുഴുവൻ തെറ്റിച്ചു. അവളും എടുക്കേ. അതെ അളിയ, കുറ്റം പറയുന്നത് സൂക്ഷിച്ചു വേണം. അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാരുണ്ടെന്ന് ഓർത്താൻ നല്ലത്. ഹ, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ എന്തിനാ എവിടെ നിൽക്കുന്നവാ? പോവാം. അതെ, അച്ഛനൊന്ന് കണ്ടിട്ട് പോവാം. ബാ. ചെല്ല്. എടിയാതിരെ. എന്താ? ഒന്നുമില്ല, ഒന്ന് വിളിക്കാനും പാടില്ല. ഓ ഭദ്രകാളി. അച്ഛാ, ഞങ്ങൾ ഇറങ്ങണം. എന്താ ഇത്ര ധൃതി? ഭക്ഷണമൊക്കെ കഴിച്ച് പതിയെ പോയാ പോരെ? അല്ല, അത് ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ, പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ചേട്ടന്റെ കല്യാണ ദിവസം പോലും കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റാതായി അല്ലേ? കാര്യമൊന്നും ഉണ്ടായിട്ടല്ല നിങ്ങൾ പോകുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. വളരെ പ്രയാസപ്പെട്ടാണ് നിങ്ങളിവിടെ ഇത്രയും നേരം നിന്നത് അല്ലേ? അയ്യോ അച്ഛാ, അങ്ങനെയൊന്നുമില്ല. പലതും തോന്നുന്ന പ്രായമാ നിങ്ങളുടേത്. ഈ പ്രായമൊക്കെ കഴിഞ്ഞാ ഞാൻ ഇവിടം വരെ എത്തിയത്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. കഠിനാധ്വാനവും ഉറച്ച മനസ്സുമായിരുന്നു കൂട്ട്. എൻ്റെ വഴികൾ ശരിയായിരുന്നു. നല്ല ചിന്ത, നല്ല നല്ല ബന്ധങ്ങൾ. എൻ്റെ വിജയത്തിൻ്റെ പ്രധാന ശക്തി എൻ്റെ ഭാര്യയായിരുന്നു. ശരികൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയും ശരികേട് കണ്ടാൽ ശാസിച്ച് തിരുത്തുകയും ചെയ്യുന്ന ഒരു വൻ ശക്തിയായിരുന്നു ശാരദ. ഏതൊരാൾക്കും ഭാര്യ ഒരു പ്രചോദനം തന്നെയാണ്. ഭാര്യ അങ്ങനെയുള്ളതായിരിക്കണം. ഇപ്പോൾ ഹരിയുടെ ഭാര്യയായിട്ട് വന്ന കനിയെ നിങ്ങൾക്കാർക്കും മനസ്സുകൊണ്ട് ഇഷ്ടമല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മുഖത്ത് ചിരി പടർത്തി ശപിക്കുന്ന മനസ്സുമായിട്ടാണ് ഒരാൾ ആരതി ഒഴിഞ്ഞത്, വേറൊരാൾ നിലവിളക്ക് നൽകിയത്. പുറംമോടിയിലല്ല ആൾക്കാരെ അളക്കേണ്ടത്, കറയില്ലാത്ത മനസ്സുകളെ കാണാനാവണം. ഹരിക്കത് കാണാനാവുന്നുണ്ട്. അവിടെയാണ് ഹരിയുടെ വിജയം. അന്നത്തെ അപകടത്തിൽ ഒരു കാല് തളർന്ന് ഈ അവസ്ഥയിലാകുന്നതിന് മുമ്പ് വരെ ഞാൻ എല്ലായിടത്തും ഓടിയെത്തുമായിരുന്നു. ഇങ്ങനെ ഈ വീൽ ചെയറിലായ ശേഷം അവസ്ഥകൾ മാറി, രീതികൾ മാറി. അതാണ് ജീവിതം. നിമിഷാർത്ഥം പോലും വേണ്ട എല്ലാം മാറി മറിയാൻ. അതുകൊണ്ട് ഒന്നിലും അഹങ്കരിക്കരുത്, ഒരാളെയും നിസ്സാരരായി കണ്ട് പുച്ഛിക്കരുത്. കനി പാവമാണ്. എല്ലാ രീതിയിലും കനിയെ നിങ്ങൾ അംഗീകരിക്കണം. രണ്ടാളും പോകാനിറങ്ങിയതല്ലേ, എങ്കിൽ പിന്നെ വൈകിക്കണ്ട. എന്നാ എന്റെ കൃഷ്ണ, നോക്കിന്റെ കണ്ണുണ്ടോ? അതെങ്ങനെയാ? ഇതിന്റെ കണ്ണുണ്ടോ? അതെനിക്ക് ഇത് നീ എടുത്തോ. കണ്ടില്ലേ ആ സന്തോഷം? എത്ര കോടികൾ കൊടുത്താലും കിട്ടില്ല അത്. ഇതിനു വേണ്ടിയാ ഈ വിവാഹത്തിന് ഞാൻ തയ്യാറായത്. എനിക്കറിയാം. എന്റെ മോൾക്ക് ഒരു അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ കിട്ടണം. അവൾക്കൊന്നിനും ഒരു കുറവും വരരുത്. മനസ്സ് വേദനിക്കരുത്.
കണ്ണു നിറയാൻ ഇടയും വരരുത്. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ മോളായി തന്നെ ഏഞ്ചലിനെ ഞാൻ നോക്കും. ശരിക്കും ഹരിസാറിനോട് കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളാ. എതിർപ്പുകളും വെല്ലുവിളികളും കണക്കിലെടുക്കാതെ എന്നെയും മണിക്കുട്ടിയും സ്വീകരിച്ചില്ലേ? എന്റെ മോളും അവളുടെ കാര്യങ്ങളും അല്ലാതെ മറ്റൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. പിന്നെ കടപ്പാടിന്റെ കാര്യം, എന്റെ അപേക്ഷ കനി തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയനെ. കാരണം എന്റെ മോളാണ് കനി അമ്മയായി വേണമെന്ന് പറഞ്ഞത്. കനി വന്നില്ലായിരുന്നെങ്കിൽ അത് മോളെ ബാധിക്കും. ആ മനസ്സ് വാടും. അത് മാത്രം എനിക്ക് താങ്ങാനാവില്ല. അപ്പോ കടപ്പെട്ടിരിക്കുന്ന ഞാനല്ലേ? ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ഫാദർ അതിനെക്കുറിച്ച് പറയും. ഇക്കാര്യവും ഞാനൊരു നേരം പോക്കായിട്ടേ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ഏഞ്ചൽ ആശുപത്രിയിലായപ്പോഴാ ഞാൻ ഇക്കാര്യം ഗൗരവത്തിലെടുത്തത്. ഏഞ്ചലിന്റെ അസുഖത്തിന്റെ കാര്യവും ഞാൻ അപ്പോഴാ അറിയുന്നത്, ഫാദർ പറഞ്ഞിട്ട്. ഏഞ്ചലും മണിക്കുട്ടിയും എപ്പോഴും എൻ്റെ അടുത്താണല്ലോ. മകളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ അച്ഛനോട് എനിക്ക് ആദരവും ബഹുമാനവും തോന്നി. അങ്ങനെയാ ഞാനൊരു വിവാഹം കഴിച്ച് കാണാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ഒത്തിരി ഉണ്ടായിരുന്നു. അവർ നിരന്തരം എന്നെ ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എനിക്കെന്തോ അതൊക്കെ എൻ്റെ ചിന്തകൾക്കപ്പുറത്തായിരുന്നു. എനിക്കെൻ്റെ ആനിയായിരുന്നു എല്ലാം. എൻ്റെ മനസ്സിലും ശരീരത്തിൻ്റെ ഓരോ അണുവിലും ഇപ്പോഴും ആനിയുണ്ട്. ആനിക്ക് പകരക്കാരിയാവാൻ ആർക്കുമാവില്ല. എനിക്കൊരു ഭാര്യയല്ല, ഏഞ്ചലിനൊരു അമ്മയായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ ഒരാൾ കനിയ. ഏഞ്ചലിന്റെ മനസ്സിൽ കനിക്ക് അത്രയേറെ സ്ഥാനമുണ്ട്. അത് മനസ്സിലാക്കിയ ഞാൻ ഈ തീരുമാനമെടുത്തത്. ഏഞ്ചലിന്റെ അമ്മ, അതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കരുത്. ഒരു ജോലിക്കാരിയുടെയോ ആയയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ ഉള്ളവരും മറ്റുള്ളവരും ആ നിലയിലേ കാണും. ഒരു പരിഗണനയും തരില്ല. അത് പാടില്ല. എന്റെ ഏഞ്ചലിന്റെ അമ്മ അത് ആ നിലയിൽ തന്നെ നിൽക്കണം. എല്ലാം മനസ്സിലാക്കി തന്നെയാ ഞാനിതിന് തയ്യാറായത്. അതിമോഹങ്ങളൊന്നുമില്ല എനിക്ക്. ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. എന്റെ മണിക്കുട്ടിയെ സാറ് സ്വന്തം മോളെപ്പോലെ കാണണം. അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട എനിക്ക്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഏഞ്ചലിനെ പോലെ മണിക്കുട്ടി എന്റെ മോള് തന്നെ. പിന്നെ ഞാൻ ഈ വിവാഹത്തിന് തയ്യാറാവാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഹരിസാറിന്റെ ബന്ധുക്കൾ എന്നെ ഹരിസാറിനെയും ചേർത്ത് വളരെ മോശമായിട്ട് പറഞ്ഞിരുന്നു. ഞാൻ ഹരിസാറിന്റെ രഹസ്യക്കാരിയാണെന്ന് വരെ ഇവിടെയുള്ളവർ ആക്ഷേപിച്ചു. അപ്പോഴൊന്നും ഞാൻ ഒന്നും മിണ്ടിയില്ല. അവരുടെ ആക്ഷേപങ്ങളെ തിരുത്താനും കൂടി വേണ്ടിയാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. സാറിന്റെ മേൽ അവര് ചാർത്തിയിരുന്ന ആ കളങ്കം ഇങ്ങനെ എങ്ങില്ലാതാവട്ടെ. അവരുടെ കാര്യം വിട്ടേക്ക്. എന്റെ ആയുധം ഇപ്പൊ ക്ഷമയാ. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല. ദാ ഈ മുറി 2 കട്ടിലുണ്ട് നമുക്ക് കിടക്കാൻ. 2 ഇടങ്ങളിലായി നമ്മൾ കിടക്കും. മറ്റുള്ളവരെന്തു വേണമെങ്കിലും ധരിച്ചോട്ടെ. നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അതെ, കളിച്ചതൊക്കെ മതി. കിടക്കണ്ടേ? എന്താ എനിക്ക് വാ മണിക്കുട്ടി. ഗുഡ് നൈറ്റ് മണിക്കുട്ടി. കിടക്കാൻ പോണേ. നമുക്ക് കിടക്കാം. നന്നായിട്ട് ഇറങ്ങണം കേട്ടാ. എന്താ കൊച്ചമ്മേ? അത് നാളെ മുതൽ ശാന്തി അടുക്കളപ്പണിയൊന്നും ചെയ്യണ്ട. അയ്യോ, അതെന്താ? എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും? ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ പറഞ്ഞു വിടരുത്. നീ ഒന്ന് അടങ്ങ്. നിന്നെ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. അടുക്കളയിലെ പണികളൊന്നും ചെയ്യണ്ടാന്നേ പറഞ്ഞുള്ളൂ. ശാന്തി ഇനി മുതൽ പുറത്തുള്ള ചെറിയ പണികളൊക്കെ ചെയ്തു നിന്നാ മതി. ഇവിടെ പണികൾ ചെയ്യാനായി പുതിയ വേലക്കാരി വന്നിട്ടുണ്ടല്ലോ. പുതിയ വേലക്കാരിയോ? ഞാനിവിടെ ഉള്ളപ്പോ എന്തിനാ കൊച്ചമ്മ വേറൊരാള്? എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്തോളാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇവിടുത്തെ പണികൾ ചെയ്യാൻ കനിയുണ്ട്. ഹരിസാറിന്റെ ഭാര്യയോ? ആ കൊച്ചമ്മയെ കൊണ്ട്. കൊച്ചമ്മയോ?
അങ്ങനത്തെ വിളികളൊന്നും വേണ്ട. ഒരു വിലയും കൊടുക്കാൻ വേണ്ട. ഇവിടെ ഒരു കൊച്ചമ്മേ ഉള്ളൂ, അത് ഞാനാ. മനസ്സിലായോ? ഒരു ജോലിക്കാരിയുടെ സ്ഥാനമേ ഞാൻ അവൾക്ക് കൽപ്പിച്ചിട്ടുള്ളൂ. വല്യേട്ടന്റെ ഭാര്യയായി വന്ന് കയറിയതുകൊണ്ടൊന്നും ആ സ്ഥാനം മാറില്ല. കൊച്ചമ്മ ചമയാനെങ്ങാനും നോക്കിയാ അവള് വിവരം അറിയും. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് അവളോട് പറഞ്ഞിരുന്നതാ. പക്ഷേ അതൊന്നും അവള് കണക്കിലെടുത്തില്ല. തിരുമുറ്റത്തെ ഹരിനാരായണന്റെ ഭാര്യ ആയേ തീരൂ അവൾക്ക്. ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ചിട്ടല്ലേ അവള് കയറി വന്നിരിക്കുന്നത്. അതിനുള്ള പണി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലാതായി പോവില്ലേ? അല്ല കൊച്ചമ്മേ, ഞാൻ പറയുന്ന നീ അനുസരിച്ചാ മതി. നീ നാളെ ഈ ഭാഗത്തേക്ക് വരികയേ വേണ്ട. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാലോ. എനിക്ക് കൊച്ചമ്മയാ വരുത്. കൊച്ചമ്മ പറയുന്നതേ ഞാൻ കേൾക്കൂ. സ്വന്തം ചേട്ടന്റെ ഭാര്യയോടാ പോര് കാണിക്കുന്നത്. സ്വത്തും പണവും കൂടിയതിന്റെ പ്രശ്നമായത്. ആ, അവര് തമ്മിൽ എന്ത് വേണേലും ആയിക്കോട്ടെ, എന്റെ പണി പോകാതെ നോക്കിയാ മതിയല്ലോ. പോത്തിനെ പോലെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലേ? ഇവിടുത്തെ ഒരു കാര്യങ്ങളും അറിയണ്ടല്ലോ. ഓരോന്നോർത്തിട്ടും ആൾക്കാർക്ക് ഇവിടെ ഉറക്കമില്ല. അപ്പോഴാ എന്റെ ഒരു തലവിധി. അതെ, ചായ കിട്ടിയില്ല. അയ്യോ, ചേട്ടത്തിയായിരുന്നു. ഞാനിവിടുത്തെ ജോലിക്കാരിയായിരുന്നുള്ള ധാരണയില്ല. സോറി. എന്തിനാ സോറിയൊക്കെ പറയുന്നത്? ഞാൻ ചായ ഇട്ട് തരാം. വേണ്ട. അതെന്താ, ഞാൻ ഉണ്ടാക്കുന്ന ചായ കുടിക്കില്ലെന്നുണ്ടോ? അതല്ല, ചേട്ടത്തി വെറുതെ ബുദ്ധിമുട്ടണ്ട. പിന്നെ ഒരു ചായ ഉണ്ടാക്കുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ? രാവിലെ തന്നെ ഒരു ചായ കുടിക്കുന്ന ശീലമുണ്ട് എനിക്ക്. ശാന്തി അത് കൃത്യമായിട്ട് എത്തിക്കുന്നതാ. ഇന്നത് കണ്ടില്ല. പതിവ് തെറ്റിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, ചേട്ടത്തി എന്തിനാണ് രാവിലെ തന്നെ അടുക്കള കയറിയത്? എണീറ്റ് കഴിഞ്ഞാ പിന്നെ വെറുതെ ഇരിക്കുന്ന ശീലം എനിക്കില്ല. പള്ളിയിലാവുമ്പോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ചേട്ടത്തി ഇന്നും നേരത്തെ എണീക്കോ? ഇവിടെ ഉണ്ട് ഒരാളും, എന്റെ ഭാര്യ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എന്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കിയ ചായ കുടിക്കണമെന്ന്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ഒരു കപ്പ് ചായയുമായി
പുഞ്ചിരിയോടെ വിളിച്ചുണർത്തുന്ന ഒരു ഭാര്യ. ആ, ഒരു ദിവസമെങ്കിലും അങ്ങനെ തുടങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ. പിന്നെ മൂത്തളിനും ചേട്ടത്തിയും തമ്മിലുള്ള ഈ വിവാഹം വൻ വിഷയമായിരുന്നല്ലോ. എതിർപ്പും ഭീഷണിയൊക്കെ. അതിലൊന്നും ഞാനില്ലട്ടോ. വിവാഹത്തിന് ഞാൻ സപ്പോർട്ടായിരുന്നു. പക്ഷേ എനിക്ക് വോയിസ് ഇല്ലാതായിപ്പോയി. എന്നെ മറ്റുള്ളവരെ ഗണത്തിൽപ്പെടുത്തരുത്. എനിക്കങ്ങനെ ഗണവും തരംതിരിവൊന്നുമില്ല. എല്ലാരും ഒരുപോലെയാ. എല്ലാവർക്കും ഒരേ സ്വഭാവം ആവണമെന്നില്ലല്ലോ. ഒരു വീട്ടിൽ തന്നെ പല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവും. അവരവരുടെ അഭിപ്രായം പറയുകയും ചെയ്യും. എന്നുവെച്ച് ശത്രുത കാണിക്കാനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അത് ചേട്ടത്തിയുടെ കുടുംബമഹിമ. അല്ല, ചേട്ടത്തിയുടെ ബന്ധുക്കൾ ആരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ലേ? അത് ഇല്ല. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ചേട്ടത്തിക്ക് ഇത്ര തങ്കപ്പെട്ട സ്വഭാവമാണെങ്കിൽ ചേട്ടത്തിയുടെ അച്ഛനും അമ്മയ്ക്ക് എങ്ങനെയായിരിക്കും? അല്ല, ശാന്തി എവിടെ പോയി? വന്നില്ല ഇതുവരെ? അവരോട് പുറത്തുള്ള പണികൾ മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെ ആര് പറഞ്ഞു? ഓ, മനസ്സിലായി. അങ്ങനെ കൽപ്പന ഇറക്കാൻ ഇവിടെ ഒരാളേ ഉള്ളൂ. ഞാൻ ചായ എടുക്കാം. അവളോട് ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം. അല്ലേ, വേണ്ട, വെറുതെ തടി കേടാക്കണ്ട. പപ്പ, എനിക്ക് സ്കൂളിൽ പോണം. എന്നെ സ്കൂളിൽ കൊണ്ടുവിട്. മോളെ, കുറച്ച് ദിവസത്തേക്ക് മോള് സ്കൂളിൽ പോണ്ട. അതെന്താ? അത് മോൾക്ക് പ്രിയപ്പെട്ട മണിക്കുട്ടിയും കനിയാന്റിയൊക്കെ വന്നിരിക്കല്ലേ. അവരുള്ളപ്പോ മോള് സ്കൂളിൽ പോയ എങ്ങനെയാ? അപ്പൊ എനിക്ക് പഠിക്കണ്ടേ? അതിന് പ്രത്യേക മാഷിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഞാൻ. മോള് ഇവിടെ ഇരുന്ന് പഠിച്ചാ മതി. പഠിപ്പിക്കാനായി മാഷ് വരും. ഏത് മാഷ വരാ? സ്കൂളിലെ മാഷാണോ? മോളെ ഇപ്പൊ പഠിപ്പിക്കുന്ന മാഷല്ല, വേറൊരു മാഷ. മോളെ മണിക്കുട്ടിയും പഠിപ്പിക്കാൻ. മണിക്കുട്ടിയും പഠിപ്പിക്കാൻ? ആ, മോളുടെ കൂടെ മണിക്കുട്ടിയും പഠിക്കട്ടെ. മണിക്കുട്ടിയെ മോള് ശ്രദ്ധിക്കണം കേട്ടോ. ഏഞ്ചലെ, ആ മണിക്കുട്ടി, എന്നെ മണിക്കുട്ടിയും പഠിപ്പിക്കാൻ ഒരു മാഷ് വരുന്നുണ്ട്. പഠിപ്പിക്കാനോ? എന്ത് പഠിപ്പിക്കാൻ? അത് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. മണിക്കുട്ടി, രണ്ടാളെയും പഠിപ്പിക്കാൻ മാഷ് വരുമ്പോ എല്ലാം ശരിക്ക് പഠിച്ചെടുക്കണം കേട്ടോ. മാഷ് എന്താ പഠിപ്പിക്കാ? പലതും പഠിപ്പിക്കും. രണ്ടാളും അത് പഠിച്ചെടുത്താൽ മാത്രം മതി. മണിക്കുട്ടി ഉണ്ടല്ലോ, ഞങ്ങൾ വിളിച്ചോളാം അല്ലേ? നിങ്ങൾ വല്ലതും കഴിച്ചോ? എപ്പോഴേ കഴിച്ചു. മാഷ് വരുന്നവരെ ഞങ്ങൾ കളിക്കട്ടെ. ആ, ഏഞ്ചലെ വാ.